ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു കറിയാണ്. മുരിങ്ങ ലീവ്സ് എല്ലാവർക്കും ഒരുപാട് ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ് ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്നൊരു കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തത്. അതിന് തയ്യാറാക്കാൻ വേണ്ടി അരപ്പിനുള്ള സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, ഒരു നുള്ളു ജീരകം ഓപ്ഷണലാണ്. പിന്നെ മുളക് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് അല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കടുക് വറക്കേണ്ടതാണ്. എണ്ണ ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നി, അതുകൊണ്ട് ഇച്ചിരി എണ്ണ എടുത്ത് നമ്മൾ മാറ്റി. ഒരുപാട് എണ്ണയുടെ ആവശ്യം നമുക്കില്ല, ഇതിന് നമ്മൾ വീണ്ടും തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ലതുകൊണ്ട് എക്സ്ട്രാ എന്ന് തോന്നി എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങ ലീവ്സ് എല്ലാവർക്കും ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതാണ്. ഡയബറ്റിക് കൺട്രോൾ, കൊളസ്ട്രോൾ കൺട്രോൾ, പിന്നെ വേറെ റിച്ച് ഇൻ പൊട്ടാസ്യമാണ്, വൈറ്റമിൻസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും ആരോഗ്യപരമായിട്ട് ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു ലീവ്സാണ് മുരിങ്ങ ലീവ്സ്. നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി പച്ചമുളക് 2 ചെറുതായി കീറിയിട്ടിട്ടുണ്ട്. നമ്മുടെ എരിയുടെ ആവശ്യത്തിന് നമുക്ക് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഈ അരിഞ്ഞെടുത്തേക്കുന്ന മുരിങ്ങയില നല്ലതുപോലെ ഇതിനകത്ത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ തോരനൊക്കെ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒഴിച്ചു കറിയായിട്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇത് ഈ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരപ്പിന് തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് മിക്സിയിലിട്ട് തേങ്ങ എല്ലാം കൂടെ ചേർത്ത് അരച്ച് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് നന്നായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മളുടെ ഈ ഇല നല്ലതുപോലെ എണ്ണയിലിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് തയ്യാറാക്കി വെച്ച് അരപ്പ് അതിലേക്ക് ചേർക്കുക മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളവും. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കറി പെട്ടെന്ന് തന്നെ തയ്യാറാവും. നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്ത് അല്പം കൂടി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയാവും. കാരണം നമ്മൾ മുരിങ്ങയില ഓൾറെഡി നമ്മൾ മൂപ്പിച്ചെടുത്തതാണ്. പിന്നെ അതിലധികം വേവാനുള്ള സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് വരും. ഇത് മമ്മിയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു. ഞങ്ങൾക്ക് ചെറുതിലെ ഇഷ്ടമുള്ളൊരു കറിയുമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട്, അധികം തിളയുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കറി തിളച്ചതായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറായി നമ്മുടെ കറി. അപ്പം ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ബൈ, ടേക്ക് കെയർ.